നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സ്നേഹാദരങ്ങൾ അർപ്പിച്ച് തൃശൂർ അതിരൂപത അനുസ്മരണ ദിനം ആചരിച്ചു. തൃശൂർ ജില്ലയിലെ മഴക്കെടുതി 5.68 കോടി രൂപ കൂടി ധനസഹായം അനുവദിച്ചു. പൂരാരവം അറിയിച്ച് തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തൽക്കാൽ നട്ടു നടന്നു. പഹൽഗാമിൽ ഭീകരർ വധിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് മണ്ണുത്തി പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ അനുസ്മരണ യോഗം നടത്തി. വാർത്തകൾ വിശദമായി. തൃശൂരിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയ്ക്ക് സ്നേഹാദരങ്ങൾ അർപ്പിച്ച് അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ ദിനമായി ഇന്ന് ആചരിച്ചു. വൈകിട്ട് പുത്തൻപള്ളി ബസിലിക്ക ദേവാലയത്തിൽ അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന. അതിരൂപതയിലെ മുഴുവൻ വൈദികരും സമർപ്പിതരും അൽമായ പ്രതിനിധികളും പങ്കെടുത്തു. ബസിലിക്ക ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച അനുസ്മരണ പ്രാർത്ഥന റാലി നഗരം ചുറ്റി തൃശൂർ സെന്റ് തോമസ് കോളേജിലെ മോൺസിഞ്ഞോർ ജോൺ പാലോക്കാരൻ സ്ക്വയറിൽ സമാപിച്ചു. ദേവമാതാ പ്രൊവിൻഷ്യൽ ഡോക്ടർ ജോസ് നന്ദിക്കര CMI അനുസ്മരണ പ്രഭാഷണം നടത്തി. മതമേലധ്യക്ഷന്മാർ, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പരിശുദ്ധ പിതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. മലങ്കര കത്തോലിക്ക സഭയുടെ ബഹുമാനപ്പെട്ട വികാരി റവറൻഡ് ഫാദർ ആൽബിൻ കുടിലി PG പള്ളി വികാരി, മാർത്തോമ സഭയുടെ തൃശൂർ വികാരി റവറൻഡ് ഫാദർ PJ ജോൺ, തൃശൂർ CSI പള്ളി വികാരി റവറൻഡ് ഫാദർ ജോൺസൺ E ജോർജ്, തൃശൂർ കോർപ്പറേഷൻ്റെ ആദരണീയരായ കൗൺസിലർമാർ, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ശ്രീ ഗിരീഷ് കുമാർ, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ശ്രീ G രാജേഷ്, ചേംബർ ഓഫ് കോമേഴ്സ് സെക്രട്ടറി ശ്രീ സജീവ് മഞ്ഞില, തൃശൂർ പ്രസ് ക്ലബ് സെക്രട്ടറി ശ്രീ രഞ്ജിത്ത്, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ തൃശ്ശൂരിൻ്റെ നിറസാന്നിധ്യമായ മഹത് വ്യക്തികൾ ഏവരെയും സ്വാമി നന്ദാത്മജാനന്ദ എല്ലാവരെയും പരിശുദ്ധ പിതാവിൻ്റെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്രിസ്തുവിൻ്റെ നിയമത്തിന് അധീനനായി ബലഹീനരെ നേടേണ്ടതിന് പരിശുദ്ധ പിതാവിൻ്റെ ഈ വിയോഗത്തിൽ പ്രത്യാശിക്കാം. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയം തേടാം. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. 21ാം നൂറ്റാണ്ടിലെ ഫ്രാൻസിസ് സിസിയുടെ നാമത്തിൽ ഉള്ള എളിമയുടെ, താഴ്മയുടെ, അനുതാപത്തിൻ്റെ, വിനയത്തിൻ്റെ സാന്നിധ്യമായിരുന്ന ഒരു വ്യാഴവട്ടക്കാലം നമ്മെ നയിച്ച പരിശുദ്ധനെ ഓർക്കാം. ആ ആത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ അദ്ദേഹം ആയിരുന്നപ്പോൾ നൽകിയതായ ആ 3 കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടെ ഓർക്കാം. കരുണ, ആനന്ദം, പ്രത്യാശ. ഒരുവന് പാപത്തിൻ്റെ കരുണ കിട്ടിയാൽ മാത്രമേ ആദായത്തിരിക്കാനാവൂ. അവന് മാത്രമേ പ്രത്യാശിക്കാൻ സാധിക്കൂ. എന്തും പൈശാചിക ബന്ധിതമായ ഈ ലോകത്ത് ആയിരിക്കുമ്പോൾ എന്നിവയെല്ലാം താഴ്മയുള്ള പുണ്യം കൊണ്ട് ലോകത്തെ ജയിക്കുവാൻ പരിശുദ്ധനായി സാധിച്ചു. ദൈവത്തിൻ്റെതായ സന്നിധിയിൽ ശ്രേഷ്ഠമായ പ്രതിഫലത്തിന് കിരീടം നേടുന്നതിന് യോഗ്യത ഉള്ളതാക്കി നമുക്ക് ആ പിൻഗണികളെ
പരിശുദ്ധനായ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈ ഒത്തുചേർന്നവർക്കും ദൂരസ്ഥലം സമീപസ്ഥലം ആ പരിശുദ്ധനാളിനെ മധ്യസ്ഥതയും സന്നിധിയും തുടർന്ന് ലഭ്യമാകട്ടെ. ആ ആത്മാവിന് വേണ്ടി നമുക്ക് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. തൃശൂരിലെ മഴക്കെടുതി 5.68 കോടി രൂപ കൂടി ധനസഹായം അനുവദിച്ചു. ആകെ അനുവദിച്ചത് 14.56 കോടി. 2024 കാലവർഷക്കെടുതിയെ തുടർന്ന് നാശനഷ്ടം സംഭവിച്ചവർക്ക് വിതരണം ചെയ്യാൻ 5.68 കോടി രൂപ കൂടി അനുവദിച്ചുവെന്ന് മന്ത്രി രാജൻ അറിയിച്ചു. മന്ത്രിസഭാ യോഗ തീരുമാനപ്രകാരമാണ് തുക അനുവദിച്ചത്. തൃശൂർ ജില്ലയിലുണ്ടായ അതിശക്തമായ കാലവർഷത്തിലും ഉരുൾപൊട്ടലിലും വീടുകൾക്ക് വൻതോതിൽ നാശനഷ്ടം സംഭവിച്ചിരുന്നു. SDRF വിഹിതമായ 8.88 കോടി രൂപ നേരത്തെ അനുവദിച്ചിരുന്നു. പ്രത്യേക ദുരന്തമായി സർക്കാർ അംഗീകരിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾക്ക് മാത്രമാണ് SDRF വിഹിതത്തോടൊപ്പം CMDRF-ൽ നിന്നുള്ള വിഹിതം കൂടി ചേർത്ത് പരമാവധി തുക അനുവദിക്കുക. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും തൃശൂർ ജില്ലയിലെ വീടുകൾക്കുണ്ടായ കനത്ത നാശനഷ്ടം പരിഗണിച്ച് പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച് പരമാവധി തുക അനുവദിക്കണമെന്ന് റവന്യൂ മന്ത്രി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇതോടെ അനുവദിച്ച ആകെ തുക 14.56 കോടിയായി. 1810 കുടുംബങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കും. 15% നാശനഷ്ടം സംഭവിച്ച ഭവനങ്ങൾക്ക് ധനസഹായം അനുവദിച്ചു. 16 മുതൽ 29% വരെ, 30 മുതൽ 59, 60 മുതൽ 70, 70% മുകളിൽ എന്നിങ്ങനെ സ്ലാബുകളിലായാണ് ധനസഹായം അനുവദിച്ചിട്ടുള്ളത്. 70% മുകളിൽ പൂർണ്ണമായി നഷ്ടമായി കണക്കാക്കി 4 ലക്ഷം രൂപ അനുവദിച്ചു. ഇതിൽ 1,80,000 മാത്രമാണ് SPRF വിഹിതം. ശേഷിക്കുന്ന 2,20,000 രൂപ CMDRF-ൽ നിന്നാണ് നൽകുക. രാജ്യത്തിന്റെ അംഗീകാരം ഏറ്റുവാങ്ങി കില. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് ദേശീയ പഞ്ചായത്ത് ക്ഷമത നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാർ കില ഡയറക്ടർ ജനറൽ A. നിസാമുദ്ദീൻ IAS ഏറ്റുവാങ്ങി. 1 കോടി രൂപ പ്രശംസാപത്രം. ഇതാണ് പുരസ്കാരം. ദേശീയ പഞ്ചായത്ത് രാജ് ദിനാഘോഷത്തോടനുബന്ധിച്ച് ബീഹാറിലെ മധുബനിയിൽ നടന്ന ചടങ്ങിലായിരുന്നു അവാർഡ് വിതരണം. തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യശേഷി വർധനവിനും നൈപുണ്യ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും മാതൃകാപരമായ ഇടപെടലുകൾ കിലയ്ക്ക് 2025 ദേശീയ അംഗീകാരം നേടിക്കൊടുത്തു. പഞ്ചായത്ത് ക്ഷമത നിർമ്മാണ സർവോത്തം സംസ്ഥാൻ പുരസ്കാർ വിഭാഗത്തിൽ 1ാം സ്ഥാനത്തേക്കാണ് കില തിരഞ്ഞെടുക്കപ്പെട്ടത്. ലോകത്തിന് മാതൃകയായി വികേന്ദ്രീകൃത ആസൂത്രണവും പ്രാദേശിക വികസന പ്രവർത്തനങ്ങളും അവതരിപ്പിക്കുന്നതിൽ കില വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നവീകരിക്കാൻ വിവിധ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. തദ്ദേശ ഭരണവുമായി ബന്ധപ്പെട്ട് വിവരശേഖരണത്തിനും ഗവേഷണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും ചെയ്യുന്നു. അധികാര വികേന്ദ്രീകരണവും പ്രാദേശിക ആസൂത്രണവും സംബന്ധിച്ച പരിശീലന പരിപാടികൾ ശക്തിപ്പെടുത്താൻ ഇന്ത്യയിലെ തന്നെ സുപ്രധാന കേന്ദ്രമെന്ന നിലയിൽ കിലയുടെ പ്രവർത്തനം ശ്രദ്ധേയമാണ്. സെന്റർ ഫോർ അർബൻ ഗവേണൻസ്, ചൈൽഡ് റിസോഴ്സ് സെന്റർ, ജെൻഡർ സ്കൂൾ ഫോർ ലോക്കൽ ഗവേണൻസ്, ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ ഹബ്ബ് തുടങ്ങിയ വിഷയ കേന്ദ്രങ്ങളും സംസ്ഥാന നഗര നയ കമ്മീഷൻ ടെക്നിക്കൽ സെക്രട്ടേറിയറ്റും കിലയിലാണ് പ്രവർത്തിച്ചുവരുന്നത്. പൂരാരവം അറിയിച്ചുകൊണ്ട് തിരുവമ്പാടി വിഭാഗം. തൃശൂർ പൂരത്തിനായുള്ള തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു. സ്വരാജ് റൗണ്ടിൽ ഒരുക്കുന്ന 3 പന്തലുകളിൽ നടുവിലാലിലെയും നായ്ക്കനാലിലെയും പന്തലുകളാണ് തിരുവമ്പാടി വിഭാഗത്തിന്റേത്. രാവിലെ 9 മണിക്ക് തിരുവമ്പാടി വിഭാഗം നടുവിലാലിലെ പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം നടത്തി. പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് നടത്തിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മേയർ MK വർഗീസ്, തൃശൂർ MLA P. ബാലചന്ദ്രൻ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KK രവീന്ദ്രൻ, CPIM സെക്രട്ടറി PV അബ്ദുൾ ഖാദർ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ TS സുന്ദർമേനോൻ, സെക്രട്ടറി K. ഗിരീഷ് കുമാർ, മറ്റ് ദേവസ്വം ഭാരവാഹികൾ, ദേശക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. തിരുവമ്പാടി വിഭാഗത്തിന്റെ 2ാം പന്തലായ നായ്ക്കനാലിലെ പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു. പൂർവാധികം ഭംഗിയായി ഇപ്രാവശ്യം പൂരം നടത്തുമെന്ന് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറഞ്ഞു. ആർപ്പുവിളിയോടെ ആരവമുയർത്തി ദേശക്കാർ പന്തൽ കാൽനാട്ട് കർമ്മത്തെ വരവേറ്റു. ഏപ്രിൽ 30 പൂരം കൊടിയേറും. തുടർന്ന് 7 നാളുകൾക്ക് ശേഷം മെയ് 6 വിശ്വപ്രസിദ്ധ തൃശൂർ പൂരം. മറദ്ദായ് ശ്ലീഹ പള്ളിയുടെ റബ്ബർ എസ്റ്റേറ്റിലെ 54 റബ്ബർ മരങ്ങൾ മോഷ്ടിച്ച് 20 മാസം കഴിഞ്ഞിട്ടും കള്ളന്മാരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞായറാഴ്ച ഉപവാസ കൂട്ടധർണ. പറവട്ടാനി ചർച്ച് സ്ക്വയർ പ്രദേശത്തെ ആദ്യത്തെ ക്രൈസ്തവ ആരാധനാലയമായ മറദ്ദായ് ശ്ലീഹ പള്ളിയുടെ റബ്ബർ എസ്റ്റേറ്റിലെ ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന 54 റബ്ബർ മരങ്ങൾ മോഷ്ടിച്ച് 20 മാസം കഴിഞ്ഞിട്ടും കള്ളന്മാരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഏപ്രിൽ 27 ഞായറാഴ്ച പ്രതിഷേധ ഉപവാസ കൂട്ടധർണ നടത്തുന്നു. മണ്ണുത്തി പോലീസിൽ കേസുണ്ട്. 20 മാസമായിട്ടും പോലീസ് മോഷ്ടാക്കളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. മണ്ണുത്തി പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായി
പ്രതിഷേധക്കാർ അറിയിച്ചു. നിരവധി തവണ ഇത് സംബന്ധിച്ച് പരാതികൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകാത്തതുകൊണ്ടാണ് പ്രതിഷേധ ഉപവാസ കൂട്ടധർണ നടത്താൻ തീരുമാനിച്ചത്. പോലീസിൽ മോഷ്ടാക്കൾക്കുള്ള സ്വാധീനമാണ് 20 മാസം കഴിഞ്ഞിട്ടും പിടികൂടാതിരിക്കുന്നത്. അധികാരികളുടെ അനാസ്ഥയിൽ അവരുടെ കണ്ണ് തുറപ്പിക്കാനും കുറ്റവാളികൾക്കെതിരെ നടപടി ഉണ്ടാകാനും വേണ്ടിയാണ് ഉപവാസ കൂട്ടധർണ നടത്താൻ ഇടവക നിർബന്ധിതമായതെന്ന് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ തൊഴിൽ മേളയുടെ ഭാഗമായി നടത്തറ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കം 2025 സംഘടിപ്പിച്ചു. നടത്തറ പഞ്ചായത്ത് ഓഫീസ് ഹാളിൽ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂ പരിശീലനം നൽകുക, മാർഗനിർദ്ദേശങ്ങൾ നൽകി ആശങ്കകൾ പരിഹരിച്ച് ഇന്റർവ്യൂ നേരിടാൻ പ്രാപ്തരാക്കുക എന്നതാണ് ലക്ഷ്യം. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത്, പഞ്ചായത്ത് അംഗം ജിനിത സുഭാഷ്, കില റിസോഴ്സ് പേഴ്സൺ രാജൻ എന്നിവരും സംസാരിച്ചു. സ്കിൽ ട്രെയിനർ ശ്രുതി KS ക്ലാസ് എടുത്തു. എങ്ങനെ ഇന്റർവ്യൂവിനെ അഭിമുഖീകരിക്കണം, എങ്ങനെ ബയോഡാറ്റ തയ്യാറാക്കണം, എങ്ങനെ ഇന്റർവ്യൂ നടക്കുന്ന റൂമിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെയൊക്കെയാണ് നമ്മൾ അഭിവാദ്യം ചെയ്യേണ്ടത് എന്നതുൾപ്പെടെ പരിശീലിപ്പിക്കുന്ന ഒരു പരിപാടി. സർക്കാർ നമുക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഒരു ഭാഗത്ത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകൾക്ക് ജോലി ലഭ്യമാക്കുന്നതിനാവശ്യമായ പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനോടൊപ്പം ഒരാൾ പോലും ജോലിയില്ലാത്തവരായി മടങ്ങിപ്പോയിക്കൂടാ എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശീലന പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് 28 സംസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാ മേഖലകളിലും കേരളം ഒന്നാമതാണ് എന്ന് അവകാശപ്പെടുമ്പോഴും അഭ്യസ്ത വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ ജോലിയില്ലാത്തവരുടെ എണ്ണത്തിലും കേരളം ഒന്നാമതാണ് എന്ന് നാം പറയാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആളുകളെ വിളിച്ച് നിങ്ങൾക്കിതാ ജോലിക്കുള്ള അവസരം കൈവന്നിരിക്കുന്നു, ഇത് ഉപയോഗപ്പെടുത്തൂ 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 എന്ന് ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുമ്പോഴും അപകർഷതാബോധത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഇതൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം വിധിക്കപ്പെട്ടതാണ് എന്ന് സ്വയം വിധിയെഴുതി ഒരു കാരണവശാലും അപേക്ഷ കൊടുക്കാൻ തയ്യാറാകാതെ പഠിച്ച് പഠനം കഴിഞ്ഞ് ഇത്ര വർഷത്തെ ഗ്യാപ്പ് വന്നു, ഇനി ഞാൻ അപേക്ഷിച്ചിട്ടും വലിയ വിശേഷമില്ല, ഞാൻ അവഗണിക്കപ്പെടും, മറ്റുള്ളവരുടെ മുൻപിൽ കെട്ടിയൊരുങ്ങിപ്പോയി വീണ്ടും അവകാശരായി മടങ്ങി പോരേണ്ടി വരുമോ എന്ന ധാരണയോടുകൂടി ജോലിക്ക് അപേക്ഷ കൊടുക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരെ നിർബന്ധിച്ച് അവരെ കൊണ്ട് അപേക്ഷ കൊടുപ്പിച്ചു. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണമെങ്കിൽ ഏത് മേഖലയിലുള്ള എന്റെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച്. കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ അന്തരിച്ചു. 1940 ഒക്ടോബർ 24-നായിരുന്നു ജനനം. ഇന്ത്യക്കാരനായ ബഹിരാകാശ ഗവേഷകനും ജ്യോതിശാസ്ത്രജ്ഞനുമാണ് ഇദ്ദേഹം. ISROയിൽ നിരവധി ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അദ്ദേഹം ISRO ചെയർമാനായിരിക്കുന്ന കാലത്താണ് ഇന്ത്യയുടെ ചന്ദ്രയാത്ര പദ്ധതിയുടെ പ്രാരംഭാലോചന. 2003-2009 കാലത്ത് രാജ്യസഭാംഗമായിരുന്നു. ആസൂത്രണ കമ്മീഷൻ അംഗവും ജവഹർലാൽ നെഹ്റു സർവകലാശാല വൈസ് ചാൻസലറും കർണാടക വിജ്ഞാന കമ്മീഷൻ അംഗവുമാണ്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. KPCC നിർദ്ദേശപ്രകാരം പഹൽഗാമിൽ ഭീകരർ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞ പ്രിയപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ണുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സ്ക്വയറിൽ മെഴുകുതിരി കത്തിച്ച് അനുസ്മരണവും ഭീകരവിരുദ്ധ പ്രതിജ്ഞയും നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു അധ്യക്ഷനായി. DCC വൈസ് പ്രസിഡന്റ് വെളിയത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ AV സുദർശൻ, MG രാജൻ, ഭാസ്കരൻ K മാധവൻ, ബേബി പാലോലിക്കൽ, ലിസി ജോൺസൺ, K പ്രകാശൻ, സഫിയ ജമാൽ, ആനി ജോർജ്, ഷാഹുൽ എവനം, മജീദ് KH, സുമേഷ് CV, ടിറ്റോ തോമസ്, ജോയ് KG, പ്രദീപ് VS എന്നിവർ നേതൃത്വം നൽകി. പഹൽഗാമിൽ ഭീകരർ കൊലപ്പെടുത്തിയവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൂർ സെന്ററിൽ മെഴുകുതിരി കത്തിച്ച് അനുസ്മരണം സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. DCC ജനറൽ സെക്രട്ടറി ജെജു സെബാസ്റ്റ്യൻ, ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബൈജു, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അരോഷ് TA, ജോസഫ് പടമാടൻ, ബിന്ദു സേതുമാധവൻ, ഡെയ്സി ജേക്കബ്, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരായ ഗിരീഷ് തോപ്പിൽ, വിനീഷ് പ്ലാശ്ശേരി, O ശോഭാചന്ദ്രൻ, ഷാജു തൊമ്മാന, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് UK സദാനന്ദൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി.
പാണഞ്ചേരി പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മുൻ പഞ്ചായത്ത് മെമ്പർ അംബിക ചിദംബരം നടത്തുന്ന ഒറ്റയാൾ സമരത്തിന്റെ 168ാം ദിവസം RMP നേതാവും വടകര MLAയുമായ KK രമ സമരപ്പന്തലിൽ എത്തി ഉദ്ഘാടനം ചെയ്ത് സമരപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. തൃശൂർ രാഗചിത്ര ആർട്സ് അവതരിപ്പിക്കുന്ന 11ാമത് മധുര സ്മരണ ഏപ്രിൽ 27 5 മണിക്ക് റീജിയണൽ തിയേറ്ററിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ലൈവ് ഓർക്കസ്ട്രയുടെ അകമ്പടിയിൽ 14 യുവഗായകരും പഴയ സിനിമാ ഗാനങ്ങൾ ആലപിക്കും. പ്രവേശനം സൗജന്യമാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ മാത്രമാണ് ഗാനങ്ങൾ അവതരിപ്പിക്കുക. വാർത്താ സമ്മേളനത്തിൽ PG ഉഷ ടീച്ചർ, PA തോമസ് മാസ്റ്റർ, T കൃഷ്ണകുമാർ, VV രാജേഷ് എന്നിവർ പങ്കെടുത്തു. കളിവീട് 2025ന്റെ ഭാഗമായി ഏപ്രിൽ 25നും 26നും സഹവാസ ക്യാമ്പ് ഉദ്ഘാടനം സിനി ആർട്ടിസ്റ്റ് സുനിൽ സുഗത നിർവഹിച്ചു. 150ൽ പരം കുട്ടികൾ പങ്കെടുത്തു. ടിപ്സായി അഭിനയത്തിന്റെ ബാലപാഠങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊടുത്തു. 26ാം തീയതി ക്യാമ്പ് സമാപിക്കും. പാട്ട് പാടുക, നാടകം കളിക്കുക, അതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്രകാരം സ്കൂളുകളിൽ നാടകം പഠിക്കാൻ പോയിരുന്നു. അപ്പോൾ ആ സ്കൂളിൽ നാടകം പഠിക്കാൻ പോകുമ്പോൾ ഇപ്പോഴും പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ അച്ഛനും അമ്മമാരൊക്കെ വന്നിട്ട് നമ്മളോട് ചോദിക്കും, പക്ഷേ കുട്ടീനെ നാടകം പഠിപ്പിച്ചിട്ട് എന്താ കാര്യം, അല്ലെങ്കിൽ പാട്ട് പാടാൻ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം, ചിത്രം വരയ്ക്കാൻ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം, ഇതുകൊണ്ടൊരു ജോലി കിട്ടുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ അവരോട് പറയും, ഇതുകൊണ്ടൊരു ജോലി കിട്ടുമെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ കുട്ടി ഇതൊക്കെ പഠിച്ചിട്ട് വലുതാവുമല്ലോ, ആ കുട്ടി എന്തെങ്കിലുമൊക്കെ ആവുമല്ലോ. മാഷ മച്ചാട് ഗുരുസ്മരണ ഉടുക്കുവാദ്യ ശാസ്താംപാട്ട് കലാസംഘത്തിന്റെ 44ാം വാർഷികം ശ്രീ കേരളവർമ്മ പൊതുവായനശാല ഹാളിൽ വെച്ച് 27 നടക്കും. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്യും. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷനാകും. ധന്വന്തരി പുരസ്കാരം, ബോംബെ അയ്യപ്പ സേവ പുരസ്കാരം, അഡാട്ട് അയ്യപ്പ സേവാ സംഘം പുരസ്കാരം എന്നിവയ്ക്ക് അർഹനായ മച്ചാട് സുബ്രഹ്മണ്യനെ ആദരിക്കും. കരിവള്ളൂർ മുരളി, പെരിങ്ങോട് ചന്ദ്രൻ, MD സോമശേഖരൻ, നാദബ്രഹ്മം, അഡ്വക്കേറ്റ് മനോജ് കുമാർ എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ മച്ചാട് സുബ്രഹ്മണ്യൻ, MS സുജിത്ത്, KS ദിലീപ് മച്ചാട്, VK ശിവരാമൻ എന്നിവർ പങ്കെടുത്തിരുന്നു. ആം ആദ്മി പാർട്ടി തൃശൂർ, ഒല്ലൂർ മണ്ഡലങ്ങളുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ പരിസരത്ത് വെച്ച് പഹൽഗാമിലെ സൈബ്രൻ താഴ്വരയിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ നമ്മുടെ നാടിനൊപ്പം ചേർന്ന് മെഴുകുതിരി തെളിയിച്ച് ദുഃഖത്തിൽ പങ്കുചേർന്നു. പ്രതിഷേധ യോഗം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു KY ഉദ്ഘാടനം ചെയ്തു. ഭീകരതയുടെ അടിവേരിറക്കുന്ന നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരിനും ഇന്ത്യൻ സൈനികർക്കും പൂർണ്ണ പിന്തുണ നൽകാൻ എല്ലാ ഇന്ത്യക്കാരും തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പാലിക്കണം. ജില്ലാ സെക്രട്ടറി ബിന്നി പൊന്തേക്കൻ, ജോൺസൺ ഐനിക്കൽ, ആന്റണി തട്ടിൽ, ആനന്ദ്, പോളി, റോയ് പുറനാട്ടുകര എന്നിവർ പ്രസംഗിച്ചു. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO ക്വാളിറ്റി സ്പെസിഫൈഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി
പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ചാവക്കാട് പുത്തൻകടപ്പുറം ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ 2025-26 അധ്യയന വർഷത്തെ 8, 9, 10 ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. ഫിഷറീസ് വകുപ്പ് നേരിട്ട് നടത്തുന്ന റെസിഡൻഷ്യൽ സ്കൂൾ അംഗീകൃത മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പ്രവേശനം നേടാം. മറ്റ് വിദ്യാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ വിഷയങ്ങൾക്കൊപ്പം ഫിഷറീസ് സയൻസുമായി ബന്ധപ്പെട്ട പുത്തൻ സാങ്കേതിക വിദ്യകളും പരിശീലിപ്പിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 965 673 3066. സമഗ്ര ശിക്ഷ കേരളം തൃശൂർ ജില്ലാ പ്രോജക്ട് ഓഫീസിന്റെ കീഴിലുള്ള ബ്ലോക്ക് റിസോഴ്സ് സെന്ററുകളിലെ ട്രെയിനർ തസ്തികകളിലേക്ക് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം മെയ് 9 വൈകിട്ട് 5 മുൻപായി അപേക്ഷിക്കുക. അപേക്ഷ ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ സമഗ്ര ശിക്ഷ കേരളം തൃശൂർ ജില്ല, പാലസ് റോഡ്, പിൻ 680020 എന്ന വിലാസത്തിൽ ലഭിക്കേണ്ടതാണ്. വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0487 2323 841. ജില്ലയിലെ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് ഏറ്റെടുത്ത് നടത്തുന്ന റോഡ് നിർമ്മാണങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മഴയ്ക്ക് മുൻപ് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ നിർമ്മാണം 33% പൂർത്തിയായി. മാപ്രാണം മുതൽ ആറാട്ടുപുഴ വരെ 5 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. കൊടുങ്ങല്ലൂർ മുതൽ കരൂപ്പടന വരെയുള്ള റോഡിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിച്ച് മഴയ്ക്ക് മുൻപേ തീർക്കാൻ നിർദ്ദേശം നൽകി. BMBC റോഡായിട്ടാണ് ഈ ഭാഗത്ത് ടാർ ചെയ്യുന്നത്. റോഡ് പണി നടക്കുമ്പോൾ ആവശ്യമായ ഡൈവേർഷൻ സബ് കളക്ടർ തൃശൂരിന്റെ നേതൃത്വത്തിൽ സബ് കമ്മിറ്റി കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കണം. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ MLA-മാരായ AC മൊയ്തീൻ, VR സുനിൽകുമാർ, സബ് കളക്ടർ അഖിൽ V മേനോൻ, KSP ഉദ്യോഗസ്ഥർ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ എളവള്ളി സത്വിക ചിത്രകലാ പഠന കേന്ദ്രം ഏപ്രിൽ 26-27 തീയതികളിൽ ലളിതകല അക്കാദമി ഹാളിൽ ചിത്രപ്രദർശനം നടത്തും. ചിത്രകലാ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് സോമൻ അധീന ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി KS ഹരിദാസ് മുഖ്യ അതിഥിയായിരിക്കും. അധ്യാപിക ശ്രീലജ എളവള്ളി, മ്യൂറൽ ആർട്ടിസ്റ്റുമാരായ അജിത് മാധവൻ, രേഷ്മ, അശ്വതി, ഗോവിന്ദ് കൃഷ്ണ എന്നിവർ പങ്കെടുത്തു. ദേശീയപാത കുട്ടനല്ലൂർ മേൽപ്പാലത്തിനു സമീപം തടികയറ്റിയ ലോറി നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിലിടിച്ച് ഒരാൾ മരിച്ചു. തടികയറ്റി വന്ന ലോറിയുടെ ക്ലീനർ കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശി 50 വയസ്സുള്ള ബഷീറാണ് മരിച്ചത്. ലോറിയുടെ ഡ്രൈവർക്കും ഗുരുതര പരിക്കേറ്റു. വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് അപകടം. എറണാകുളത്ത് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോരുന്ന തടി കയറ്റിയ ലോറിയാണ് ദേശീയപാത കുട്ടനല്ലൂർ മേൽപ്പാലത്തിനു സമീപം നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയുടെ പിറകിലിടിച്ചത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്ന് കരുതുന്നു. ഇടിയുടെ ആഘാതത്തിൽ ക്യാബിൻ തകർന്ന് ലോറിക്കുള്ളിൽ കുടുങ്ങിയവരെ ഫയർഫോഴ്സും പോലീസും വാഹനത്തിന്റെ ഒരു ഭാഗം പൊളിച്ചുമാറ്റിയാണ് പുറത്തെടുത്തത്. ബഷീർ ആശുപത്രിയിൽ എത്തും മുൻപ് മരിച്ചു. ഗുരുതര പരിക്കേറ്റ ഡ്രൈവറെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകൾ തുടരുന്നു. തളിക്കുളത്തെ വീട്ടിലെ സ്വർണ്ണ മോഷണ മുതലായ സ്വർണം വിൽക്കാൻ ശ്രമിച്ച റാഷിദ് റിമാൻഡിലേക്ക്. സുൽഫിക്കർ അലിയുടെ വീട്ടിൽ നിന്ന് 5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിന് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ 1-ാം പ്രതിയും ആ വീട്ടിലെ ജോലിക്കാരിയുമായിരുന്ന തളിക്കുളം ഫൗസിയയെ അറസ്റ്റ് ചെയ്തിരുന്നു. മോഷണ മുതലായ സ്വർണം വിൽക്കാൻ സഹായിച്ച 2-ാം പ്രതി കോഴിക്കോട് സ്വദേശി രജീഷ് ബാബുവിനെയാണ് വലപ്പാട് പോലീസ് കോഴിക്കോട് നിന്ന് അന്വേഷണങ്ങൾക്കൊടുവിൽ പിടികൂടിയത്.
വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ് MK, സബ് ഇൻസ്പെക്ടർ വിനോദ്, ASI ഭരതനുണ്ണി, സിവിൽ പോലീസ് ഓഫീസർ പ്രണവ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കൊറ്റംകുളം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തിനെതിരെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ആക്രമണം. പ്രതി സമീർ റിമാൻഡിലായി. സ്ത്രീകളടക്കമുള്ള കുടുംബത്തെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിന്റെ വിരോധത്താൽ കാറിന്റെ താക്കോൽ ഉപയോഗിച്ച് മുഖത്തടിച്ചും ഉമ്മയെയും ഭാര്യയെയും മകളെയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്ത കേസിലാണ് സമീർ അറസ്റ്റിലായിരിക്കുന്നത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു KR, സബ് ഇൻസ്പെക്ടർ അഭിലാഷ്, ASI അൻവറുദ്ദീൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീശൻ, സിവിൽ പോലീസ് ഓഫീസർ ഫറൂഖ് എന്നിവർ ചേർന്നാണ് സമീറിനെ പിടികൂടിയത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പ്രത്യേക പരിശോധനയിൽ ഇരുചക്ര വാഹനത്തിൽ കഞ്ചാവുമായി സഞ്ചരിച്ച യുവാവ് അറസ്റ്റിലായി. കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് പട്ടിക്കാട് സ്വദേശിയും 1 വർഷമായി വെള്ളിക്കുളങ്ങര ചുങ്കാൽ ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പുത്തൻപുര വീട്ടിൽ ബിബിൻ എന്നയാളെ 1/4 കിലോ കഞ്ചാവുമായി പോലീസ് പിടികൂടിയത്. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ വാസുപുരത്തിന് സമീപം നടത്തിയ പരിശോധനയിലാണ് സ്കൂട്ടറിന്റെ സീറ്റിനടിയിലെ ലഗേജ് ബോക്സിനുള്ളിൽ പൊതിഞ്ഞു സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത്. പോലീസിന്റെ വാഹന പരിശോധന കണ്ട് തിരിച്ചുപോകാൻ ശ്രമിച്ചപ്പോൾ പിന്തുടർന്ന് പിടികൂടി ചോദ്യം ചെയ്യപ്പോഴാണ് കഞ്ചാവ് കണ്ടെടുത്തത്. കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ PK ദാസ്, റൂറൽ ഡാൻസ് ഓഫ് SI പ്രദീപ് N, ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ, കൊടകര പോലീസ് സ്റ്റേഷനിലെ ASI ഗോകുലൻ, സീനിയർ CPOമാരായ സനൽകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് യുവാവിനെ പിടികൂടി കഞ്ചാവ് കണ്ടെടുത്തത്. വിസ തട്ടിപ്പ് കേസിൽ പലരിൽ നിന്നായി 29,80,000 രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ റിമാൻഡിലായി. വിദേശത്ത് ജോലി ശരിയാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 29,80,000 രൂപ തട്ടിയെടുത്ത കേസിലാണ് കാറളം തെക്കേക്കര വീട്ടിൽ ആൽവിൻ എന്നയാളെ പോലീസ് പിടികൂടിയത്. 7 പേരുടെ പരാതിയിലാണ് പോലീസ് സ്റ്റേഷനിൽ കേസുകളുള്ളത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ ആൽവിനെ റിമാൻഡ് ചെയ്തു. പുതുക്കാട്, കൊടകര, വെള്ളിക്കുളങ്ങര സ്റ്റേഷനുകളിലും സമാനമായ കുറ്റകൃത്യത്തിന് 3ഓളം കേസുകളുണ്ട്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ MS-ന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ആൽവിനെ അറസ്റ്റ് ചെയ്തത്. യുവതിയെ സോഷ്യൽ മീഡിയയിലൂടെ മോശമായി ചിത്രീകരിച്ച കേസിൽ പിടികിട്ടാപ്പുള്ളിയെ പത്തനംതിട്ടയിൽ നിന്ന് പിടികൂടി റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ സ്വദേശിയെ സോഷ്യൽ മീഡിയകളിലൂടെ പിന്തുടർന്ന് ശല്യം ചെയ്ത് ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്ത് അശ്ലീലമാക്കുകയും ആഭാസകരവുമായും പോസ്റ്റ് ചെയ്ത കേസിലെ പ്രതിയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി സുമേഷിനെ ഇരിങ്ങാലക്കുട സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തത്. കൃത്യത്തിനുശേഷം സുമേഷ് ഒളിവിൽ പോയി. കോടതി സുമേഷിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. സമഗ്രമായ അന്വേഷണത്തിലാണ് പത്തനംതിട്ട മൈലപ്രയിലുള്ള സുമേഷിന്റെ കാമുകിയുടെ വീട്ടിൽ നിന്ന് ഇയാളെ പിടികൂടിയത്. സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വർഗീസ് അലക്സാണ്ടർ, SI അശോകൻ, CPOമാരായ ഷിബു, അജിത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് സുമേഷിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സ്നേഹാദരങ്ങൾ അർപ്പിച്ച് തൃശൂർ അതിരൂപത അനുസ്മരണ ദിനം ആചരിച്ചു. തൃശൂർ ജില്ലയിലെ മഴക്കെടുതി 5.68 കോടി രൂപ കൂടി ധനസഹായം അനുവദിച്ചു. പൂരാരവം അറിയിച്ച് തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തൽക്കാൽ നട്ടു നടന്നു. പഹൽഗാമിൽ ഭീകരർ വധിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് മണ്ണുത്തി പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ അനുസ്മരണ യോഗം നടത്തി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.